ബി.ജെ.പിയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പിന്നിലെ ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കുന്ന ആർ.എസ്.എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത് അഖണ്ഡ ഭാരതം എന്നതാണ്. ഒരു ഏകീകരണം ഉണ്ടാക്കുക എന്നതാണ്. നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ ഒന്നാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ആർ.എസ്.എസിന്റെ ഈ പദ്ധതിയെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി.ജെ.പി ചെയ്യുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളാണ് CAA-യും അല്ലെങ്കിൽ NRC-യും ഒക്കെ എന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു കാര്യം കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന തരത്തിൽ പല സമയങ്ങളിലായി പല തട്ടുകളിലായി നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഇനി ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ് ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതി ഇപ്പോൾ സർക്കാരിന് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ല് വന്നാൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ബില്ല് വന്നാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക. ലോക്സഭ, നിയമസഭ, ത്രിതല പഞ്ചായത്തുകൾ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന് വലിയൊരു തുകയുടെ ചെലവ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിനെ അനുകൂലിക്കുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നത്, ഈ ഒരു ബില്ല് പാസ്സായാൽ അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള അമിതമായിട്ടുള്ള ചെലവുകളെ ഗണ്യമായി വെട്ടിക്കുറയ്ക്കും എന്നുള്ളതാണ്. എന്നാൽ ചിലവുകൾക്കപ്പുറം ഇന്ത്യ എന്ന യൂണിറ്റിയെ, ഇന്ത്യ എന്ന ഇന്ത്യൻ സംസ്കാരം എന്ന സമൂഹം എന്ന ഒരു വലിയ നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന ഒരിടത്തെ അത് ഏകീകരിക്കും എന്നുള്ളതിൽ അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഒരു അഖണ്ഡ ഭാരതം എന്ന ബി.ജെ.പി ഐഡിയോളജിയുടെ ഒരു മുഖവുര മാത്രമായാണ് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അത് സംസ്ഥാന തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്ന് കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു ശ്രേണിയെ തന്നെ ഉടച്ചു വാർക്കുമ്പോൾ അത് തീർത്തും ഒരു പരീക്ഷണാത്മകമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പരീക്ഷണാത്മകമായ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകും എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. അതിനു പുറമെ തന്നെ ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ ഈ ബില്ല് പാസ്സാകുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് അത് ഏകീകരിക്കപ്പെട്ടാൽ പിന്നീട് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായതിനു ശേഷം 100 ദിവസത്തിനുള്ളിൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ബില്ലിനേക്കുള്ള ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനു പുറമെ 2029 കൂടി ഈ ഒരു ഈ ബില്ലിൽ പറയുന്ന പ്രകാരത്തിലുള്ള ഏകീകൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടപ്പാക്കിയാണ് ഗവൺമെന്റ് ലക്ഷ്യം. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുൻപ് നിരവധിയായ കടമ്പകൾ താണ്ടേണ്ടതുണ്ട്. ആ കടമ്പകളൊക്കെ എങ്ങനെയാണ് ബി.ജെ.പി ഗവൺമെന്റ് അല്ലെങ്കിൽ NDA സർക്കാർ താണ്ടുക എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതി ഏകദേശം 15ഓളം ഭരണഘടനാ ഭേദഗതികൾക്ക് ശുപാർശ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഭേദഗതി ഉണ്ടാകുമ്പോൾ അത് പാർലമെന്റിന്റെ 2 സഭകളിലും പാസ്സാകേണ്ടതുണ്ട്. വെറുതെ അങ്ങ് പാസ്സായാൽ പോരാ, 3-2 ഭൂരിപക്ഷത്തോടു കൂടി വേണം പാസ്സാകുവാൻ. എന്നാൽ അത്തരത്തിലുള്ളൊരു ഭൂരിപക്ഷം നേടുവാൻ ഇപ്പോൾ മോദി സർക്കാരിന് സാധിക്കുമോ എന്ന കാര്യം അങ്ങേയറ്റം സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കാരണം സർക്കാർ തന്നെ നിലനിൽക്കുന്നത് പുറമേ നിന്നുള്ള 2 സഖ്യകക്ഷികളുടെ സഹായത്തിന്റെ പുറമെയാണ്. അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ ബില്ല് പാസ്സാകുക എന്ന കാര്യം അങ്ങേയറ്റം സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സായാൽ ഭരണഘടനാപരമായി ഭേദഗതി ചെയ്യപ്പെടാൻ പോകുന്ന അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് എന്ന് നോക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ 83 ഇത് പാർലമെന്റിന്റെ കാലാവധിയെ സംബന്ധിക്കുന്ന ഒരു ഭേദഗതി, ഒരു അനുച്ഛേദമാണ്. ഈ അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ കാലാവധിയെ നിജസ്ഥിതിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ബില്ല് വരുമ്പോൾ ഈ 83 സ്വാഭാവികമായിട്ടും ഭേദഗതിക്ക് വിധേയമാകും. ആർട്ടിക്കിൾ 85 മറ്റൊരു ഭേദഗതി ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ
പ്രകാരം പാർലമെന്റ് പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. 172 സംസ്ഥാന നിയമസഭകളുടെ ഒരു കാലാവധിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളെ പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 172 എന്ന് പറയുന്നത്. ഈ 172 സ്വാഭാവികമായിട്ടും ഈ ഒരു ബില്ല് വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഭേദഗതി ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം 2029 ഏകീകൃതമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമ്പോൾ ഈ 2029 ശേഷവും കാലാവധി തുടരുന്ന സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളെ വെട്ടിച്ചുരുക്കേണ്ടതുണ്ട്. ഈ 2029 വേണ്ടി അതിന്റെ കാലാവധിയെ വെട്ടിച്ചുരുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ 2029 മുൻപ് കാലാവധി പൂർത്തിയാകുന്ന സംസ്ഥാന നിയമസഭകളെ സംബന്ധിച്ചിടത്തോളം 2029 അത് നീട്ടിവെക്കേണ്ടതുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ കാലാവധി നീട്ടിക്കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 172 എന്ന ഭരണഘടനാ അനുച്ഛേദം ഭേദഗതി ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. ഇതിനു പുറമെ 174 എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ പിരിച്ചുവിടലിനെ സംബന്ധിച്ചിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത്. 172 എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ കാലാവധിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭേദഗതിയാണ്. ഇനി 356 എന്ന അനുച്ഛേദമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 356 എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ എമർജൻസി എന്നിപ്പോ പറയുന്ന സ്റ്റേറ്റ് എമർജൻസി പ്രൊവിഷൻ ആർട്ടിക്കിൾ ആയിട്ട് പറയുന്നതാണ് 356 എന്ന് പറയുന്ന ആർട്ടിക്കിള്. ഈ ആർട്ടിക്കിളിന്റെ ഭേദഗതിയും സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഭരണഘടനാ ഭേദഗതികളെ എല്ലാം മറികടന്നാൽ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ബില്ലിന് സാധുത തന്നെ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. നിലവിലെ സർക്കാരിന് അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലും മറ്റ് കക്ഷികളുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ സാധ്യത വിദൂരമായി തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെയും ഇത് നമ്മുടെ സമീപ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഒരു ബില്ലിന്റെ സാധുത തന്നെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, രാഷ്ട്രീയപരമായിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഒക്കെ നിർണായകമായ ഒരു ഘട്ടത്തെ തന്നെ തുറന്നിടുന്ന ഒരു കാര്യമാണ് എന്ന് ഉറപ്പായും പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കി എടുക്കുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കി എടുക്കുവാനുള്ള സർക്കാരിന്റെ വ്യഗ്രതകളെ കാണാതിരിക്കുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഒരു ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഈ ബില്ല് വരുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും സംശയാസ്പദമാണ്. ഇതിന്റെ കരട് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഈ ബില്ലിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി താഴെ രേഖപ്പെടുത്തുക. നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.